ഹലോ കൂട്ടുകാരെ, കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇന്ന് എന്തായാലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കാണ്. ഇങ്ങോട്ട് വരാൻ എപ്പോഴും ബസ് സൗകര്യമുണ്ട്, അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനും ഇവിടെയുണ്ട്. ഇത് എവിടെയാണെന്നറിയാൻ വീഡിയോ കാണൂ. ഇന്ന് എന്നെ കാണാൻ കോട്ടയത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നേരത്തെ വർക്ക് ചെയ്ത സ്റ്റാഫാണ്. പിന്നെ ഗവൺമെൻറ്റിൽ ജോലി കിട്ടിയപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി. ഡോക്ടർ നസീർ ഞങ്ങൾക്ക് ബർഗറൊക്കെ വാങ്ങിച്ചു തന്നു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അഞ്ജിത എന്നാണ് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി നമുക്കിന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞു. അതിനോട് നമുക്ക് ഫിലിമിന് പോയാലോ എന്ന്. ഞാൻ പറഞ്ഞു, ഫിലിമിന് ഇന്ന് പോകാൻ എന്തായാലും പറ്റില്ല. ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി, എന്നാൽ പിന്നെ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലൊന്ന് പോകാം. പിന്നെ ഒന്നും വിചാരിച്ചില്ല, ഞങ്ങൾ രണ്ടുപേരും നേരെ ഓട്ടോറിക്ഷ കൂട്ടി എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പോയി. പുതുക്കിയതിന് ശേഷം അവിടെ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞൊരു ബസ്സിൽ അത് ഒരു സൈഡിൽ കൂടെയൊക്കെ കാണാറുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ അവിടെ കഥകളി അങ്ങനെ നല്ല സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഞാൻ അന്ന് പോയ ദിവസം ഒരു പരിപാടിയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തം വെള്ളമായിരുന്നു. ചങ്ങമ്പുഴ പാർക്കിൻ്റെ ചുറ്റും റോഡാണ്. ഇതിലേ വേണമെങ്കിൽ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാനും സാധിക്കും. രണ്ട് സൈഡിൽ കൂടെയും അകത്തോട്ട് കടക്കാനുള്ള വഴിയുണ്ട്. ചങ്ങമ്പുഴ പാർക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ആ പാർക്കിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. നല്ല ശാന്തമായിട്ടിരിക്കാനൊക്കെ പറ്റും. ചെറിയ ചെറിയ ശില്പങ്ങളും അതുപോലെ അവിടെ കുട്ടികൾക്കൊക്കെ വന്നാൽ എൻജോയ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴ പാർക്കിൻ്റെ ഉൾഭാഗം നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. വേസ്റ്റൊന്നുമില്ലാതെ നല്ല നീറ്റാണ്. അതുപോലെ മഴയായതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും കയറാനൊന്നും അവിടെ നിന്ന് ഇരിക്കാനൊന്നും പറ്റിയില്ല. ഫുൾ വെള്ളമായിരുന്നു. നല്ല മഴയുള്ള ദിവസമായിരുന്നത് കൊണ്ടാവാം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എറണാകുളത്ത് താമസിക്കുന്ന എനിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് കാണാൻ കോട്ടയത്ത് നിന്ന് അഞ്ജിത വരേണ്ടി വന്നു. എപ്പോഴും ഞാൻ പോകണമെന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇന്നാണ് പ്രതീക്ഷിക്കാത്തൊരവസരം കിട്ടിയത്. എന്താണെങ്കിലും ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ സമയമായപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ ലേറ്റായത്. ആ ടൈമിലാണ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തത്. ഞാൻ എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ട് നോക്കാറുണ്ട്. മിക്കവാറും തന്നെ അവിടെ കഥകളി കാണാറുണ്ട്. അതുണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ പോയത്. പക്ഷെ എനിക്ക് കാണാൻ പറ്റാഞ്ഞതിൻ്റെ ഒരു നിരാശയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ടും അഞ്ജിതയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ടും പോയി. ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് വിശേഷം. അങ്ങനെ നിങ്ങൾക്കും ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് ഇഷ്ടമായാൽ വരണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും അവിടെ വന്നിരിക്കാനൊക്കെ. നല്ലൊരു ആംബിയൻസാണ്. ഓക്കെ, ബൈ ഗൈസ്.